ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, സായാഹ്ന ആരാധനയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ആരാധന സമയത്തേക്കുള്ള പ്രത്യേകമായ നിയോഗങ്ങൾ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. പ്രത്യേകമായും ഇന്ന് നമ്മൾ വേർപിരിഞ്ഞു പോയ ബർത്തലോമിയോസ് അച്ഛൻ്റെ ആത്മാവിനെ നമുക്ക് ഓർക്കാം. തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അവയെല്ലാം ക്ഷമിച്ച് നിത്യമായ സ്നേഹത്തിലേക്ക് സ്വീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ആസ്ട്രൽ മെഡിസിറ്റിയിലായിരിക്കുന്ന ഒരു സഹോദരനെ ഓർക്കാം. ഡയാലിസിസ് ആരംഭിച്ചു കഴിഞ്ഞു. ആ സഹോദരനെ സൗഖ്യപ്പെടുത്തുവാൻ വേണ്ടി തമ്പുരാൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. സീറ്റ് അലോട്ട്മെൻറ്റ് ശരിയാക്കുവാൻ വേണ്ടിയുള്ള ഒരു മകളുടെ പ്രത്യേകമായ പ്രാർത്ഥനയെ നമുക്ക് ഓർക്കാം. COVID-19 രോഗികൾ, ആ രോഗത്തിൻ്റെ പാർശ്വഫലങ്ങൾ അനുഭവിക്കുന്നവർ, ആ രോഗികളുടെ കുടുംബങ്ങളിൽ നിന്നുള്ളവർ, അവരെല്ലാം പ്രത്യേകമായി ഓർക്കാൻ വേണ്ടി നിയോഗങ്ങളെ സമർപ്പിക്കാം. ജോലിക്ക് പോകാതെ നടക്കുന്ന ഒരു മകന് വേണ്ടിയുള്ള ഒരു കുടുംബത്തിൻ്റെ പ്രാർത്ഥന പ്രത്യേകമായി നമുക്ക് ഓർക്കാം. അതോടൊപ്പം നമുക്ക് ഇടവകയുടെ എല്ലാ നിയോഗങ്ങളും പ്രത്യേകമായി ചേർത്ത് വയ്ക്കാം. ഒരു പ്രത്യേകമായ കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇടവകയ്ക്ക് വേണ്ടി തന്നെ പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ തിരുനാളിൻ്റെ ഒരുക്കങ്ങൾ നാം തുടങ്ങിക്കഴിഞ്ഞു. മീറ്റിങ്ങുകളും ചർച്ചകളുമൊക്കെ നടക്കുന്നു. ഈ പ്രത്യേകമായ അവസ്ഥയിൽ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ അമ്മയുടെ മാധ്യസ്ഥം ഈ ദിവ്യകാരുണ്യനാഥൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകമായി എല്ലാം നന്മയോടെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ തമ്പുരാനെ അനുഗ്രഹിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന മനസ്സിലുണ്ടായിരിക്കട്ടെ. ഭക്തിയോടെ വിശ്വാസത്തോടെ ഈ ആരാധനയിൽ നാം പ്രത്യേകമായി പങ്കുചേരാം.
പ്രിയമുള്ളവരെ, അപ്പോസ്തലന്മാരുടെ നടപടികളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അവിടുന്ന് നമ്മിൽ ആരിൽ നിന്നും അകലെയല്ല, എന്തെന്നാൽ അവനിൽ നാം ജീവിക്കുന്നു, ചരിക്കുന്നു, നിലനിൽക്കുന്നു. നടപടി പുസ്തകം 17-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങൾ. ചില കവികൾ പാടിയിട്ടുള്ളതുപോലെ, വിണ്ണിൽ നിന്ന് ഇരുന്നുറങ്ങുന്ന ഒരു ദൈവമോ, കരയാനറിയാത്ത, ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളോ അല്ല നമ്മുടെ ദൈവം. നേരെ മറിച്ച് മനുഷ്യനെ സ്നേഹിക്കുകയും മനുഷ്യരുടെ ഇടയിൽ വസിക്കാൻ താല്പര്യം കാണുകയും ചെയ്യുന്ന മനുഷ്യസ്നേഹിയാണ് നമ്മുടെ ദൈവം. ദൈവം തങ്ങൾക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ വേറൊരു ജനപദത്തിനും സമീപസ്ഥനല്ല എന്ന് ഇസ്രായേൽ ജനം അഭിമാനപൂർവം പറഞ്ഞു. ഇപ്രകാരം നമുക്കും യാതൊരു സങ്കോചവുമില്ലാതെ ഏറ്റുപറയാം: എൻ്റെ ദൈവം അകലെയല്ല, അവിടുന്ന് എന്നോടുകൂടെ വസിക്കുന്നു. ദൈവത്തിൽ നാം ജീവിക്കുന്നു, ചരിക്കുന്നു, ദൈവത്തിൽ നാം നിലനിൽക്കുന്നു. കാരുണ്യവാനായ ദൈവം മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി തൻ്റെ പുത്രനെ തന്നെ ഈ ലോകത്തിലേക്ക് അയച്ചു. മനുഷ്യനായി അവതരിച്ച ഈ രക്ഷകൻ സഹനവും മരണവും ഉത്ഥാനവും വഴി മനുഷ്യനെ രക്ഷിച്ചു. നമ്മുടെ സുഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ഉയർച്ചയിലും താഴ്ചയിലും അവിടുന്ന് നമ്മോടുകൂടെയുണ്ട്. വിശുദ്ധ കുർബാന അതിന് ശ്രേഷ്ഠമായ ഉത്തമമായ ഉദാഹരണമാണ്. അല്പനേരം നിശബ്ദമായി യേശുവിനോട് നമുക്ക് സംസാരിക്കാം. അവിടുത്തെ അലംഘനീയമായ സ്നേഹപരിപാലന നമുക്ക് അനുഭവിക്കാം, ആസ്വദിക്കാം. എൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലേക്കും യേശുവിൻ്റെ സാന്നിധ്യം നമുക്ക് യാചിക്കാം. അവിടുന്ന് കടന്നു വരുന്ന നിമിഷമാണിത്. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ നമുക്ക് അവിടുത്തെ ആരാധിക്കാം. സ്നേഹസ്വരൂപനായി മനസ്സിൽ നീ വരണേ ദേവാ, മനസ്സിൽ നീ വരണേ. ക്രൂശിതരൂപനായി സ്നേഹസ്വരൂപനായി
മനസ്സിൽ നീ വരണേ ദേവാ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, എൻ മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, എൻ മനസ്സിൽ നീ വരണേ. തിരുവത്താഴത്തിൻ ദിവ്യമുഹൂർത്തമായി മനസ്സിൽ നീ വരണേ ദേവാ, മനസ്സിൽ നീ വരണേ. തിരുവത്താഴത്തിൻ ദിവ്യമുഹൂർത്തമായി മനസ്സിൽ നീ വരണേ ദേവാ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, എൻ മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, എൻ മനസ്സിൽ നീ വരണേ. മൃതിയെ തോൽപ്പിച്ചു വീണ്ടും ഉയർത്തന്റെ മനസ്സിൽ നീ വരണേ ദേവാ, മനസ്സിൽ നീ വരണേ. മൃതിയെ തോൽപ്പിച്ചു വീണ്ടും ഉയർത്തന്റെ മനസ്സിൽ നീ വരണേ, 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 എൻ മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, എൻ മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, എൻ മനസ്സിൽ നീ വരണേ, എൻ മനസ്സിൽ നീ വരണേ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളാണ് നാം ഈ നിമിഷം ധ്യാനിക്കാൻ പോകുന്നത്. നമുക്ക് ഘട്ടം ഘട്ടമായി തിരുവചനം ശ്രവിക്കുകയും അതിൻ്റെ വ്യാഖ്യാനത്തിൽ മുഴുകുകയും ചെയ്യാം. അവൻ അവരോട് പറഞ്ഞു, നിങ്ങളിൽ ഒരുവന് ഒരു സ്നേഹിതനുണ്ടായിരിക്കട്ടെ. അർദ്ധയാത്രി അവൻ്റെ അടുത്ത് ചെന്ന് അവൻ പറയുന്നു, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരിക. ഒരു സ്നേഹിതൻ യാത്രാമധ്യേ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു, അവന് കൊടുക്കുവാൻ എനിക്കൊന്നുമില്ല. ഈ തിരുവചന ഭാഗം കൃപയോടെ നമുക്ക് ധ്യാനിക്കാം. പകലത്തെ
അസഹ്യമായ ചൂടൊഴിവാക്കാൻ പാലസ്തീനക്കാർ രാത്രിയിലാണ് യാത്ര ചെയ്തിരുന്നത്. പൗരസ്ത്യ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് വീട്ടിൽ വരുന്ന അതിഥിയെ സൽക്കരിക്കുന്നത് അഭിമാനമായാണ് യഹൂദർ കരുതിയിരുന്നത്. ദൂരയാത്രകളിൽ ഭക്ഷണം കരുതാത്ത യൂദാ നിവാസികൾ യാത്രാമധ്യേ ഏതെങ്കിലും സുഹൃത്തിൻ്റെ വീട്ടിൽ വിശ്രമിക്കും. മുൻകൂട്ടി അറിയിക്കാതെയായിരിക്കും ഇവർ വീട്ടിൽ വരുന്നത്. അപ്പമില്ലാത്ത ഗൃഹനാഥൻ തൻ്റെ സ്നേഹിതൻ്റെ ഭവനത്തിൽ അപ്പം കാണുമെന്ന് വിശ്വസിച്ച് യാചിക്കുന്നു. നമുക്ക് തുടർന്ന് തിരുവചന ഭാഗം ശ്രവിക്കാം. അപ്പോൾ അവൻ്റെ സ്നേഹിതൻ അകത്തുനിന്ന് മറുപടി പറയുന്നു, എന്നെ ഉപദ്രവിക്കരുത്. കതകടച്ച് കഴിഞ്ഞു. എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ കിടക്കയിലാണ്. എഴുന്നേറ്റ് നിനക്ക് ഒന്നും തരാൻ സാധിക്കുകയില്ല. തിരുവചനത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. അക്കാലത്ത് പാവപ്പെട്ട ഇസ്രായേൽക്കാരുടെ ഭവനത്തിന് ഒറ്റമുറി മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ ഒറ്റമുറിയിലാണ് രാത്രിയിൽ കുടുംബാംഗങ്ങൾ ഉറങ്ങുന്നതും അവർക്ക് സ്വന്തമായതുള്ളതെല്ലാം സൂക്ഷിച്ചിരുന്നതും. ഈ വീടുകളിലെ വാതിലുകൾക്ക് വലിയ കൊളുത്തുകളും പൂട്ടുമുള്ളതിനാൽ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നത് അത്ര എളുപ്പമല്ല. അർദ്ധരാത്രി വാതിൽ തുറന്നാൽ എല്ലാവരെയും ഉണർത്തി ബുദ്ധിമുട്ടിക്കേണ്ടി വരും. ഇതാണ് സ്നേഹിതൻ്റെ സഹായാഭ്യർത്ഥന നിരസിക്കാനുള്ള കാരണം. ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ സ്നേഹിതനാണ് എന്നതിൻ്റെ പേരിൽ അവനൊന്നും കൊടുക്കുകയില്ലെങ്കിൽ തന്നെ നിർബന്ധം നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടത് നൽകും. അത്യാവശ്യ സമയത്ത് അയൽബന്ധവും സ്നേഹബന്ധവും പരാജയപ്പെടുന്നതിൽ പോലും നിർബന്ധപൂർവമായ അപേക്ഷയ്ക്ക് ഫലമുണ്ടാകുന്നുവെന്ന് യേശു നമ്മെ പഠിപ്പിക്കുന്നു ഈ വചനഭാഗത്തിലൂടെ. നിരന്തരമായ യാചന വഴി സുഹൃത്തിന് വേണ്ടതത്രയും ലഭിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്തെന്നാൽ ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. ചോദിക്കുവിൻ, അന്വേഷിക്കുവിൻ, മുട്ടുവിൻ എന്നീ പദങ്ങൾ യാചന പ്രാർത്ഥനയുടെ ആവശ്യകതയെ സൂചിപ്പിക്കുന്നു. ലഭിക്കും, കണ്ടെത്തും, തുറന്നു കിട്ടും എന്നീ പ്രയോഗങ്ങൾ
പ്രാർത്ഥനയുടെ ഫലപ്രാപ്തി ഉറപ്പാക്കുന്നു. നിരന്തരമായ സഹായാഭ്യർത്ഥന മാനുഷിക ബന്ധത്തിൽ ഫലം നൽകുന്നതിനേക്കാൾ ശ്രേഷ്ഠമായി പ്രാർത്ഥനയിലുണ്ടാകും. അതിനാൽ ദൈവത്തിൽ നിന്ന് ലഭിക്കാൻ നാം നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കണം, അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം, മുട്ടിക്കൊണ്ടേയിരിക്കണം. വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും. ഈശോ എൻ്റെ ഹൃദയവാതിലിൽ മുട്ടുകയാണ്. ഞാൻ അവിടത്തേക്കായി എൻ്റെ വാതിൽ തുറക്കുന്നത് വരെ അവിടുന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ ഞാൻ ഈശോയുടെ വാതിൽ മുട്ടിക്കൊണ്ടേയിരിക്കണം. എനിക്ക് ആ വാതിൽ തുറന്നു കിട്ടുന്നത് വരെ ഞാനത് തുടരണം. എൻ്റെ ഒരു പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ പാഴാകുന്നില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. വീണ്ടും ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും, ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനർസ്ഥാപിക്കും. നമ്മുടെ ഹൃദയമാകുന്ന വാതിൽ യേശുവിനായി നമുക്ക് തുറന്നു കൊടുക്കാം. അവിടുന്ന് ഈ നിമിഷം എന്നോട് സംസാരിക്കാൻ പോവുകയാണ്. നമുക്ക് ഹൃദയം കൊണ്ടും അധരം കൊണ്ടും ഏറ്റു പറയാം: യേശുവാണ് എൻ്റെ പ്രാണനാഥൻ, യേശുവാണ് എൻ്റെ സ്നേഹരാജൻ. ലോകം എൻ്റെ മുമ്പിൽ വെച്ച് നീട്ടുന്ന ഒരു യാഥാർത്ഥ്യത്തിനും എൻ്റെ ഹൃദയത്തിലെ കുറവുകൾ നികത്തുവാൻ സാധിക്കുകയില്ല. എൻ്റെ ഹൃദയത്തിലെ ശൂന്യതയെ നികത്തുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. നമുക്ക് അധരം കൊണ്ടും ഹൃദയം കൊണ്ടും ഏറ്റുപറയാം: യേശുവിൻ്റെ പ്രാണനാഥൻ, യേശുവാണ് എൻ്റെ സ്നേഹരാജൻ. അവിടുന്ന് അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. സന്നിധാനം യേശുവന്റെ സ്നേഹദീപം, യേശുവന്റെ പ്രാണനാഥൻ, യേശുവന്റെ ആത്മദാനം, ഈശ്വരന്റെ സന്നിധാനം, യേശുവന്റെ സ്നേഹരൂപം.
ചോദിക്കുകയും അന്വേഷിക്കുകയും മുട്ടുകയും ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ കുറവുകൾ അവിടുത്തെ തിരുമുമ്പിൽ ഏറ്റുപറയുകയാണ്. ഈ നിമിഷം എൻ്റെ കുറവുകൾ അങ്ങ് നികത്തണമേ. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ കണ്ടെത്തട്ടെ. അടഞ്ഞ അനുഗ്രഹ കവാടങ്ങൾ എനിക്കായി തുറന്നു തരണമേ. സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് നാം ഇപ്രകാരം വായിക്കുന്നു: സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. സ്വർഗസ്ഥനായ പിതാവിൻ്റെ പരമമായ നന്മയാണ് പരിശുദ്ധാത്മാവ്. ഏറ്റവും മഹത്തായ ദാനമാണ് പരിശുദ്ധാത്മാവ്. അവിടുന്ന് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ ധാരാളമായി നൽകുന്നു. അതിനാൽ എല്ലാ പ്രാർത്ഥനകളിലും പ്രധാനമായും പരിശുദ്ധാത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് യേശു തന്നെയാണ് ഉത്തമമായ മാതൃക. ഞാൻ പിതാവിനോട് ചോദിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. യേശുവിൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള പ്രത്യുത്തരമാണ് പെന്തക്കോസ്താ ദിനത്തിൽ സംഭവിച്ചത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോ ദിനവും പെന്തക്കോസ്താ അനുഭവത്തിൻ്റെ ആവിഷ്കാരമായിരിക്കണം. എൻ്റെ ഓരോ ചലനവും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യ സ്മരണയിലായിരിക്കണം. പരിശുദ്ധാത്മാവിൽ എൻ്റെ ജീവിതം നവീകരിച്ച് ഒരു പുതു സൃഷ്ടിയായി പ്രാർത്ഥനയുടെ മനുഷ്യനായി നമുക്ക് മാറാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, അങ്ങ് എഴുന്നള്ളി വന്ന് എന്നിൽ നിറയുക. എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുക. അങ്ങേ സ്നേഹാഗ്നിയാൽ എൻ്റെ ഹൃദയത്തെ ജ്വലിപ്പിക്കുകയും ദിവ്യവരദാനങ്ങളാൽ സമ്പന്നമാക്കുകയും ചെയ്യുക. യേശുവിനെ പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുവാൻ, ആരാധിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. എന്നെ യോഗ്യനാക്കണമേ. യേശുവിൻ്റെ പഠനങ്ങളാൽ വിശ്വാസത്തിൽ വളരുവാനും പ്രത്യാശയിൽ നടക്കുവാനുമുള്ള കൃപ എനിക്ക് അങ്ങ് നൽകണമേ. എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുകയാണ്. ഈ നിമിഷം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അവിടുത്തെ ആശീർവാദത്തിനായി നമുക്കൊരുങ്ങാം. സാഷ്ടാംഗം വീണുന ഏറ്റം മഹത്താമി കൂദാശയേ നവ്യനിയമത്തിൽ കർമ്മങ്ങൾ വന്നല്ലോ പൂർവികം സാദരം മാറി നിൽപ്പോ ഇന്ദ്രിയങ്ങൾക്കിടും പോരായ്മയൊക്കെ തീർക്കുക വിശ്വാസ പിതാവിനും തന്നേകജാതനും സ്തോത്രമുണ്ടാകണമെന്നുമെന്നും പാവനാത്മാവിനും ഔവികം നിസ്തൂല സ്തോത്രമുണ്ടാകണം നിത്യകാലം. സൃഷ്ടിയും കീർത്തിയും ശക്തിയുമാർന്നെന്നും വാഴുക ത്രിത്വൈക ദൈവമാമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തിന്റെ സ്മാരകമായി
വിസ്മയാവഹമായ കുദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിൻ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാർ അങ്ങയുടെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും രഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹം വരണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കും. ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന സൗഖ്യമേ, ആരാധന സൗഖ്യമേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന ജീവനേ, ആരാധന ജീവനേ, ആരാധന യേശുവേ, ആരാധന യേശുവേ. പ്രിയപ്പെട്ടവരെ, ഏറ്റവും സ്വസ്ഥമായ ദൈവാനുഗ്രഹം നിറഞ്ഞ ദൈവസംരക്ഷണത്തിൻ്റെ ഒരു രാത്രി ആശംസിക്കുകയാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.